വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം 2025 മെയ് 31 ഉച്ചകഴിഞ്ഞ് 2:30 ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറേലി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ചാണ് തലശ്ശേരി അതിരൂപതയിലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിന്റെയും സാന്നിധ്യത്തിൽ പ്രഖ്യാപനം. അതിരഹസ്യ സ്വഭാവത്തോടെ നീണ്ട 12 വർഷത്തോളം നടത്തിയ പഠനത്തിന്റെ ഫലമായാണ് ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാവുന്നത്. ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 15 ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത്. അന്ന് വികാരിയായിരുന്ന ഫാദർ തോമസ് പതിക്കൽ അച്ഛൻ പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നു എന്ന അസാധാരണ സംഭവമാണ് അന്നുണ്ടായത്. വിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വരികയും ചെയ്തു. തിരുവോസ്തി വികാരിയച്ഛൻ അരുളിക്കയിൽ വെച്ച ശേഷം വിശുദ്ധ കുർബാന പൂർത്തിയാക്കി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ തിരുവോസ്തി വികാരിയച്ഛൻ ദിവ്യബലിയിൽ പങ്കെടുത്ത ദൈവജനത്തെ കാണിക്കുകയും അത്ഭുതകരമായ ചിത്രം തെളിഞ്ഞ തിരുവോസ്തി ആരാധനയ്ക്കായി അരുളിക്കയിൽ വെക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിലേക്ക് തിരുവോസ്തി ദർശിക്കാനായി എത്തി. അതിരൂപത അധ്യക്ഷനായിരുന്ന അഭിവന്ദ്യമാർ ജോർജ് വലിയമറ്റം പിതാവിന്റെ നിർദ്ദേശപ്രകാരം 2013 നവംബർ 17 തിരുവോസ്തി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവരികയും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അറിയിച്ചു. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോർജ് ഞരളക്കാട്ട്, മാർ ജോസഫ് അരുമച്ചാടത്ത് എന്നീ പിതാക്കന്മാർ അടങ്ങിയ സീറോ മലബാർ സഭയുടെ ഡോക്ടറിനൽ കമ്മീഷനെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലപ്പെടുത്തി. മോൺസിഞ്ഞോർ മാത്യു വെള്ളാനിക്കൽ, റവറൻ ഡോക്ടർ ജോസ് പലീക്കൽ, റവറൻ ഡോക്ടർ സിബി പുളിക്കൽ, റവറൻ ഡോക്ടർ ജോസഫ് പാമ്പ്ലാനി, റവറൻ ഡോക്ടർ തോമസ് മേൽവട്ടം, റവറൻ ഡോക്ടർ ജോർജ് കുടിലിൽ എന്നീ വിദഗ്ധർ അടങ്ങിയ ഒരു സമിതിയെ ഈ പ്രതിഭാസം ആഴത്തിൽ പഠിക്കുന്നതിനായി ചുമതലപ്പെടുത്തി. വിദഗ്ധ സമിതി പഠിക്കുകയും 2013 ഡിസംബർ 21 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. തിരുവോസ്തി രഹസ്യമായി ആർച്ച് ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ തുടർന്നു പോന്നു. 2018 ആഗസ്റ്റ് 22 5 വർഷങ്ങളായി ആർച്ച് ബിഷപ്പ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുപോയത്. 2018 റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി റോമിലേക്ക് കൊണ്ടുപോയി. 2023 ആഗസ്റ്റ് 8 വിശ്വാസ തിരുസംഘത്തിന് അധ്യക്ഷനായിരുന്ന കർദിനാൾ ലൂയിസ് ഫ്രാൻസിസ്കോ ലെസാരിയായ്ക്ക് അതിരൂപതാധ്യക്ഷനായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് പഠനത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തെഴുതി. 2023 സെപ്റ്റംബർ 21 അപ്പസ്തോലിക് ന്യൂൻഷോ വഴി വിശ്വാസ തിരുസംഘത്തിന് മറുപടി ലഭിച്ചു. തിരുവോസ്തിയിലെ അത്ഭുതകരമായ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം കൂടുതൽ നടത്താനുള്ള നിർദ്ദേശം റോമിൽ നിന്നും കത്തിലുണ്ടായിരുന്നു. 2024 ജനുവരി 15 കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഡൽഹിയിലെ വത്തിക്കാൻ സ്ഥാനപതിയിൽ നിന്നും ഏറ്റുവാങ്ങുകയും തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തു. റോം നിർദ്ദേശിച്ച കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നതിനാലായിരുന്നു തിരുവോസ്തി തിരികെ നൽകിയത്. ശാസ്ത്ര പരിശോധനയ്ക്കായി 3 പരീക്ഷണ പഠനങ്ങളാണ് വിശ്വാസ തിരുസംഘം നിർദ്ദേശിച്ചിരുന്നത്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പഠനങ്ങൾക്കുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനാൽ വിശ്വാസ തിരുസംഘത്തിന് അനുമതിയോടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലാബിലാണ് പഠനങ്ങൾ നടത്തിയത്. വിശ്വാസ തിരുസംഘത്തിന് നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തുവാൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ ജ്യോതിസ് ദേവസ്യ റിസർച്ച് വിംഗ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ലാബ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഡോക്ടർ ജോബ് സേവിയർ ഹെഡ് ആൻഡ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് കെമിസ്ട്രി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഡോക്ടർ PT വർഗീസ് ഹെഡ് ഓഫ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ എന്നിവർ അടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ സമിതിയും റവറൻ ഡോക്ടർ ജോർജ് കരോട്ട്, റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ എന്നീ ദൈവശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ ഒരു സമിതി എന്നിവർ തിരുവോസ്തിയിലെ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. തിരുവോസ്തിയിലെ ഛായാചിത്രത്തിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും പദാർത്ഥത്തിന്റെ സ്വാധീനമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങളായിരുന്നു വിശ്വാസ തിരുസംഘം നിർദ്ദേശിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള കത്തോലിക്ക വിശ്വാസം അതിസ്വാഭാവികം എന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതല്ല എന്ന് കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2024 ഏപ്രിൽ 2 റോമിന് സമർപ്പിച്ചു. ശാസ്ത്രീയ പഠനത്തിന് റിപ്പോർട്ടുകളും ദൈവശാസ്ത്ര വിശകലനങ്ങളും വിലയിരുത്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി 2025 മാർച്ച് 19 വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ പ്രതിഭാസം ഒരു അസാധാരണ സംഭവമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല എന്ന് വിശ്വാസ തിരുസംഘം അറിയിച്ചു. 2025 മെയ് 9 വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യബലി മധ്യേ ഈ വിവരം അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ദൈവജനത്തെ അറിയിച്ചു. 2025 മെയ് 31 ഉച്ചകഴിഞ്ഞ് 2:30 ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറേലി ഔദ്യോഗികമായി പ്രഖ്യാപനം വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ച് അഭിവന്ദ്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിന്റെയും സാന്നിധ്യത്തിൽ നടത്തും. ഇത് സംബന്ധിച്ച് തലശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേലാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്.